ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ SS മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 26 വചനഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോകാം. ചോദ്യം 1. നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? നിയമം പാലിക്കുന്നത്. 2. നിയമം പാലിക്കുന്നത് എന്തിന് തുല്യമാണ്? നിരവധി ബലികൾ അർപ്പിക്കുന്നതിന്. 3. സമാധാന ബലിക്ക് തുല്യമായത് എന്ത്? കൽപ്പനകൾ അനുസരിക്കുന്നത്. 4. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ്? ധാന്യബലിക്ക്. 5. കൃതജ്ഞതാബലി അർപ്പിക്കുന്നത് ആര്? ഭിക്ഷ കൊടുക്കുന്നവൻ. 6. ഭിക്ഷ കൊടുക്കുന്നവൻ ഏത് ബലി അർപ്പിക്കുന്നു? കൃതജ്ഞതാബലി. 7. കർത്താവിന് പ്രീതികരമായത് എന്ത്? ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത്. 8. പാപപരിഹാര ബലിയായിരിക്കുന്നത് എന്താണ്? അനീതി വർജിക്കുന്നത്. 9. 35-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പ്രഭാഷകൻ സൂചിപ്പിച്ചിരിക്കുന്ന ബലികൾ എത്രയാണ്? അവ ഏതെല്ലാം? 4 ബലികളെക്കുറിച്ചാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. സമാധാന ബലി, കൃതജ്ഞതാബലി, പാപപരിഹാര ബലി, ധാന്യബലി. 10. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തുകൊണ്ട്? ഇവയെല്ലാം അനുഷ്ഠിക്കുവാൻ നിയമം അനുശാസിക്കുന്നു. ഇവിടെ ഇവയെല്ലാം എന്നുദ്ദേശിച്ചിരിക്കുന്നത് മുകളിൽ പറഞ്ഞിരിക്കുന്ന 4 ബലികളെക്കുറിച്ചാണ്. ഏതെല്ലാം ബലികളാണത്? കൃതജ്ഞതാബലി, സമാധാന ബലി, പാപപരിഹാര ബലി, ധാന്യബലി. 11. ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നതെന്ത്? നീതിമാന്റെ ബലി. 12. നീതിമാന്റെ ബലിയുടെ സുഗന്ധം ഉയരുന്നത് എവിടേക്ക്? അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക്. 13. അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്ന സുഗന്ധം എന്ത്? നീതിമാന്റെ ബലിയുടെ സുഗന്ധം. 14. വിസ്മരിക്കപ്പെടുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? നീതിമാന്റെ ബലി. 15. മനം തുറന്ന് മഹത്വപ്പെടുത്തേണ്ടത് ആരെ? കർത്താവിനെ. 16. ലുബ്ധ കാട്ടരുത് എന്ന് പ്രഭാഷകൻ പറയുന്നത് എപ്പോൾ? ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ. 17. കാഴ്ച സമർപ്പിക്കുമ്പോൾ വാടരുതെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? മുഖം. 18. ദശാംശം കൊടുക്കേണ്ടത് എങ്ങനെ? സന്തോഷത്തോടെ. 19. അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക. തുടർന്ന് വരുന്ന വചനഭാഗം ഏതാണ്? കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. 20. കർത്താവ് പ്രതിഫലം നൽകുന്നത് എത്ര ഇരട്ടിയായിട്ടാണ്? 7 ഇരട്ടിയായിട്ട്. 21. എങ്ങനെയുള്ള ബലിയിൽ ആശ്രയിക്കരുതെന്നാണ് പ്രഭാഷകൻ 35:15 പറയുന്നത്? അനീതിപൂർവമായ. 22. എങ്ങനെയുള്ള ന്യായാധിപനായിട്ടാണ് പ്രഭാഷകൻ കർത്താവിനെ ചിത്രീകരിക്കുന്നത്? പക്ഷപാതമില്ലാത്ത. 23. കർത്താവ് പക്ഷപാതം കാണിക്കാത്തത് ആരോടാണ്? ദരിദ്രനോട്. 24. പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. തിന്മയ്ക്ക് വിധേയനായവൻ്റെ ഡാഷ് അവിടുന്ന് കേൾക്കും. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. പ്രാർത്ഥന. തിന്മയ്ക്ക് വിധേയനായവൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. 25. കർത്താവ് ആരുടെ പ്രാർത്ഥനയാണ് അവഗണിക്കുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത്? അനാഥൻ്റെ. 26. കർത്താവ് അവഗണിക്കാത്ത പരാതി ആരുടേതാണ്?
വിധവയുടെ. 27. വിധവയുടെ പരാതി കർത്താവ് അവഗണിക്കുകയില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ? ഇതാണ് പ്രഭാഷകൻ പറയുന്ന മറുപടി. എന്തിനുള്ള മറുപടി? കർത്താവ് വിധവയുടെ പരാതികൾ അവഗണിക്കുകയില്ല എന്നുള്ളതിന് പ്രഭാഷകൻ പറയുന്ന ന്യായം ഇതാണ്. 35-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവിന് സ്വീകാര്യനായവൻ ആരാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ. 29. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന എവിടം വരെ എത്തുന്നു? മേഘങ്ങളോളം. 30. വിനീതൻ്റെ പ്രാർത്ഥന എന്തിനെ തുളച്ചു കയറുന്നു? മേഘങ്ങളെ. 31. വിനീതൻ്റെ പ്രാർത്ഥന എവിടെ എത്തുന്നതുവരെ അവന് സ്വസ്ഥതയുണ്ടാവുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. കർത്തൃസന്നിധിയിൽ. 32. ന്യായവിധി നടത്തി നീതി നൽകേണ്ടത് ആർക്ക്? നിഷ്കളങ്കന്. 32. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. ആര്? വിനീതൻ. 33. വൈകുകയോ സ്വസ്ഥനായി ഇരിക്കുകയോ ചെയ്യുകയില്ലെന്ന് പ്രഭാഷകൻ പറയുന്നത് ആര്? കർത്താവ്. 34. കർത്താവ് അരക്കെട്ട് തകർക്കുന്നത് ആരുടെ? നിർദ്ധയരുടെ. 35. കർത്താവ് നിർദ്ധയരുടെ അരക്കെട്ട് തകർക്കുകയും ആരോട് പകരം വീട്ടുകയും ചെയ്യും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ജനതകളോട്. 36. കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുന്നത് എന്ത് അല്ലെങ്കിൽ എന്തിനെ? ധിക്കാരികളുടെ കൂട്ടത്തെ. 37. ചെങ്കോൽ തകർത്ത് കളയുന്നത് ആരുടെയാണ്? അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. 37. കർത്താവ് മനുഷ്യന് പ്രതിഫലം നൽകുന്നത് എങ്ങനെ? മനുഷ്യൻ്റെ പ്രവർത്തികൾക്കനുസരിച്ച്. 38. കർത്താവ് മനുഷ്യൻ്റെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് എങ്ങനെ? പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവം അനുസരിച്ച്. 39. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ എന്തിൻ്റെ മേലാണ് വിധി കൽപ്പിക്കുന്നത്? പരാതിയുടെ. 40. തൻ്റെ ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് കർത്താവ് ഈ ജനതകളെ ആനന്ദിപ്പിക്കുന്നത് എന്തിലാണ്? തൻ്റെ കരുണയിൽ. 41. കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാകുന്നത് എപ്പോഴാണ്? കഷ്ടതയിൽ. കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമായിരിക്കുന്നത് പ്രഭാഷകൻ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? വരൾച്ചയുടെ നാളുകളിലെ മഴക്കാറിനോട്. 35-ാം അധ്യായത്തിൽ നിന്ന് 42 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നന്നായി പഠിക്കുക, നന്നായി ഒരുങ്ങുക, ആഴ്ചതോറും നടക്കുന്ന മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുക. നല്ല മാർക്കോടെ ലോഗോസ് ക്വിസ് പരീക്ഷയിൽ വിജയം വരിക്കുന്നതിന് കർത്താവായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.